ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഏകലവ്യ ബാച്ചിന്റെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏകലവ്യ ബാച്ച് ഇടയ്ക്ക് വെച്ച് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം ഇല്ലായിരുന്നു. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രശ്നമായിരുന്നു. ഇപ്പോൾ ബാക്കി അർജുനായാലും നമ്മുടെ ബാക്കി ബാച്ചുകളായാലും നമുക്ക് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയം വേണ്ടായിരുന്നു ഇതിന്. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസ് ലെവലിൽ നിന്ന് എടുക്കണമായിരുന്നു, കുറേ സ്ഥലത്ത് നിന്ന് എടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്യാനുള്ള ഇതുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ ലാഗായി പോയത്. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. മെറ്റീരിയൽ ഫുള്ള് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു 3 ക്ലാസ് എങ്കിലും മിനിമം തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ 2 ക്ലാസ്, 3 to 2 ക്ലാസ് നമ്മൾ പതിയെ ഞാൻ എന്ന് തീരുമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കും. നിങ്ങൾ അത് ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന ആ ഒരു മുറയ്ക്ക് ഫുള്ള് കണ്ടു തീർക്കുക. ഏകലവ്യ ബാച്ചിന്റെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ മുഴുവൻ 0 to ഹീറോ ലെവൽ ഉള്ള ക്ലാസ്സുകൾ, അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് സെറ്റ് ആക്കാവുന്നതാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആദ്യം മുതൽ പോയി കണ്ടു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ പെർസെൻറ്റേജിന്റെ നമ്മൾ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാവർക്കുമായിട്ട് കുറേ പേർക്ക് അറിയില്ല, കുറേ പേർക്ക് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളുടെ ചാനലിൽ ഏകദേശം 220-230 വീഡിയോസ് ആവാറായി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു ചാനലിലും ഇല്ലാത്ത രീതിയിൽ കുറേ ചാനൽ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്യും, ഒരു 6 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യും, നിർത്തും. കാര്യം എന്തുകൊണ്ടാണ് നിർത്തുന്നത്? നിങ്ങളുടെ റെസ്പോൺസ് ഇല്ല, ആൾക്കാരുടെ റെസ്പോൺസ് ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ അതിന്റെ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ കാണാനും അത് പഠിക്കാനും ഉണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നവർക്കും വലിയ ഗുണം ചെയ്യും. പിന്നെ അതേപോലെ നമ്മുടെ PSCയുടെ കേരള PSCയുടെ ഒരു ചാനലായിരുന്നെങ്കിൽ ഒരുപാട് പേര്, ഇതിന്റെ ഒരു 10 ഇരട്ടിയോളം ആൾക്കാർ ഇപ്പൊ തന്നെ ഈ ക്വാളിറ്റി, ഈ ഒരു എഫേർട്ട് ഇടുന്നത് കൊണ്ട് വന്നേനെ. പക്ഷെ നമ്മളുടെ ഈ ഇവിടെ SSCക്കുള്ള അവയർനെസ് കുറവും, പിന്നെ ഈ കണ്ടന്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് അവർക്കറിയില്ല. ഇത് പഠിക്കുന്നവർക്കായാലും അവർക്ക് ഒരു ബോധമില്ല, ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല. അതുകൊണ്ടാണ് അതൊക്കെ മാറും. ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ് ഒരിക്കലും നിങ്ങൾ ആൾക്കാർ കുറവുണ്ടെന്നോ ഒരാളായാൽ പോലും ഈ ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിലുള്ള ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഏകലവ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ അന്ന് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറേ പേര് ആൻസർ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 12ാമത്തെ 13ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇപ്പം ക്ലാസിന്റെ നമ്പേഴ്സ് നോക്കണ്ട, നിങ്ങൾ അതിന്റെ കണ്ടന്റ് നോക്കുക, അത് പഠിക്കുക. ഈ പെർസെന്റേജ് കഴിയുമ്പോൾ പെർസെന്റേജ് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 60ാമത്തെ എന്തോ ക്വസ്റ്റ്യൻ ആണ്. ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പെർസെന്റേജ് തന്നെ ചെയ്യും. ഇത്രത്തോളം ഡീപ്പായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഏകലവ്യ ബാച്ച് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ക്ലാസ് വരുന്ന രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ അല്ലാതെ ഇന്ന ദിവസം തീർക്കണം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചാൽ കുറെ കാര്യങ്ങൾ എന്തായി പോകും, മിസ്സായി പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവരുത്. അല്ലാത്തവർക്ക് വേണ്ടി അർജുന ബാച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ട് പാരലായിട്ട് കൊണ്ടുപോകുന്നതാണ്. അർജുന ബാച്ചിന് അത്ര സമയം വേണ്ട, ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്താൽ മതി. ഇതിന് നമ്മൾ ആ ഒരു മെറ്റീരിയൽ സെറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇനി പ്രശ്നമില്ല, അത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, when the price of rice is decreased by 10%, a man can buy ½ kilogram more rice in rupees 180. What is the reduced and original price of rice? ഇതിന്റെ കൺസെപ്റ്റ് എല്ലാം നമ്മൾ പഠിച്ചാണ്. പ്രൈസിന്റെയും കൺസപ്ഷന്റെയും റേഷ്യോ ഇൻവേഴ്സ് ആവുന്നത് എപ്പോഴാണ്, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവും. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്? പ്രൈസ് ഓഫ് റൈസ് ഡിക്രീസ്ഡ് ബൈ 10%. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. പ്രൈസ് എന്താ ചേഞ്ച് ആയത്? ഇതിന്റെ എല്ലാം ബേസിക് ക്ലാസ്, ഇത് 12ാമത്തെ ക്ലാസ് ആണ്. 1ാമത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം, പെർസെന്റേജ് എന്താണെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ 10% ഡിക്രീസ് ആയി എന്ന് പറഞ്ഞാൽ 10% 1/10 ആണ്. അപ്പൊ പ്രൈസ് എന്തായി? 10ൽ നിന്നും 1 കുറഞ്ഞിത്രയായി, 9 ആയി. എ മാൻ ക്യാൻ ബൈ ½ കിലോഗ്രാം മോർ റൈസ് ഇൻ rupees 180. അതായത് 180 രൂപ ആയിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പോൾ എത്ര രൂപ തന്നെ കൊടുക്കുന്നത്? 180 രൂപ തന്നെ കൊടുക്കുന്നത്. അതായത് ഇവിടെ എന്തില്ല, എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് ഇല്ല. എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്ഷൻ എന്തായിട്ട് മാറും? ഇതിന്റെ ഇൻവേഴ്സ് ആയിട്ട് മാറും. അതായത് 9:10 ആവും. അതായത് ഇതിന്റെ അർത്ഥം എന്താ? ഇനിഷ്യൽ ടൈമിൽ അവര് 9 യൂണിറ്റ് ആയിരുന്നു കൺസ്യൂം ചെയ്തിരുന്നു എന്നുള്ളതെങ്കിൽ ഇപ്പൊ എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്? എത്ര യൂണിറ്റ് ആണ്? 10 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു ഒറിജിനലായിട്ട് 1/2 കിലോ കൂടുതലാണ് അവർ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. അതായത് ഇവിടെ ഉള്ള ഈ 1 യൂണിറ്റ് അല്ലേ നമുക്ക് ചേഞ്ച് ഉള്ളത്. ആദ്യം 9 ആയിരുന്നെങ്കിൽ ഇപ്പൊ 10 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് 0.5 കിലോ എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് ആൻഡ് ഒറിജിനൽ പ്രൈസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 1 യൂണിറ്റ് കിട്ടിയത് എന്തിന്റെയാണ്? കൺസപ്ഷന്റെ ആണ്. അപ്പൊ 1 യൂണിറ്റ് കിട്ടിയത് കൺസപ്ഷൻ ആയതുകൊണ്ട് 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ 10 കൊണ്ട് ഗുണിക്കാം, 5 കിലോയാണ്. അതായത് ഇപ്പൊ അയാൾക്ക് കിട്ടുന്ന എത്ര കിലോ ആണ്? 5 കിലോയാണ് കിട്ടുന്നത്. നേരത്തെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന എത്ര ആയിരുന്നു? പിന്നെ അന്ന് 0.5 കുറഞ്ഞ് 4.5 കിലോ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് ആൻഡ് ഒറിജിനൽ പ്രൈസ്. ഇപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇപ്പോ അയാള് 5 കിലോയാണ് വാങ്ങുന്നത്, അതാണ് റെഡ്യൂസ്ഡ് പ്രൈസ്. കുറഞ്ഞല്ലേ?
അപ്പൊ ഈ ബാച്ചിൽ ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അർജുന ബാച്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഈ സമയം കൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും. അതാണ് ഈ ബാച്ചുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ 5 കിലോ ആണ് ഇപ്പൊ വാങ്ങുന്നത്. എത്ര രൂപയാണ് കൊടുക്കുന്നത്? 180 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് എത്ര ആയിരിക്കും? റെഡ്യൂസ്ഡ് പ്രൈസ്. എന്തുകൊണ്ടാണ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ പ്രൈസ് കുറഞ്ഞതാണ്, 10 9 ആയതാണ്. നിങ്ങൾ 9 ഇനി പോകണ്ട, 180 രൂപ കൊടുക്കുന്നു, 5 കിലോ ഇപ്പൊ വാങ്ങുന്നു. അപ്പൊ ഇപ്പോഴത്തെ പ്രൈസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 രൂപ ടോട്ടൽ കൊടുക്കുന്നു. 5 കിലോയ്ക്ക് 1 കിലോയ്ക്ക് എത്ര രൂപ? 180/5 36 റുപ്പീസ് പെർ കിലോഗ്രാം. അതാണ് ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയാണ്. ഇനി ഇനിഷ്യൽ പൈസ എത്ര ആയിരുന്നു? 180 രൂപയായിരുന്നു കൊടുക്കുന്നത്. എത്ര കിലോ വാങ്ങുമായിരുന്നു? 4.5 കിലോ. 4.5 കിലോ എന്ന് പറഞ്ഞാൽ 9/2 ആണ്. /2 മേളിൽ പോവും. അതൊക്കെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ അർജുന ഏകലവ്യ ബാച്ചിൽ കണ്ടുവരണം. എങ്ങനെയാണ് ചെയ്യുന്നത്, കാൽക്കുലേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 20 × 2 40 റുപ്പീസ് പെർ കിലോഗ്രാം. വേറെ വഴികളുണ്ട്, ഇതിന് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ അർജുന ബാച്ചിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? റുപ്പീസ് 36 40. ആദ്യം 36 ആയിരുന്നു, ഇപ്പൊ 36 ആണ്. ഇനിഷ്യൽ എത്ര ആയിരുന്നു? 40 ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ. പിന്നെ വേഗത്തിലുള്ള സൊല്യൂഷൻ നമുക്ക് പേന എടുക്കാതെ ചെയ്യുന്ന സൊല്യൂഷൻ ഒക്കെ നമുക്ക് അർജുന ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തത് ഇതും ഹോംവർക്ക് ആയിരുന്നു. Due to 20% reduction in the price of a rice, a man can buy 4 kilogram more rice in rupees 640. What is the original price of rice? അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ ചെയ്തതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 640 ആണ്. 640 എക്സ്പെൻഡിച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആദ്യം 640 ആയിരുന്നു, ഇപ്പോഴും 640 ആയിരുന്നു. പ്രൈസ് 20% കുറഞ്ഞു. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണെന്ന് അറിയും. പ്രൈസ് 5 നിന്നും എന്തായി? 4 ആയി പ്രൈസ്. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കൺസെപ്ഷൻ എന്താവും? 4 നിന്നും 5. എത്ര യൂണിറ്റാണ് കൂടുതൽ വരുന്നത്? 1 യൂണിറ്റാണ് കൂടുതൽ വരുന്നത്. ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് എത്ര തന്നിരുന്നത്? 4 കിലോഗ്രാം തന്നിട്ടുള്ളത്. ഓക്കെ, 4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ്. വാട്ട് ഈസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് റൈസ്? ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് പ്രൈസ് വേണമെങ്കിൽ ആദ്യത്തെ കൺസെപ്ഷൻ വേണം. ഇതാണ് ആദ്യത്തെ കൺസെപ്ഷൻ. ഇതാണ് പിന്നീട് പ്രൈസ് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള കൺസെപ്ഷൻ. 5 യൂണിറ്റ് ഈ ഏരിയയിൽ. 1ന്റെ വാല്യൂ 4 കിലോ ആണെങ്കിൽ 4ന്റെ വാല്യൂ എത്രയാണ്? 16 കിലോഗ്രാം ആണ്. അതായത് 16 കിലോഗ്രാം ആണ് എന്ത് ചെയ്യുന്നത്? ഇനിഷ്യലി അയാൾ വാങ്ങിയിരുന്നത്. ഇനിഷ്യൽ പ്രൈസ് അല്ലേ ചോദിച്ചിരിക്കുന്ന ഒറിജിനൽ പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ കൺസെപ്ഷനിലോട്ട് പോയത്. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 640. അതുകൊണ്ടാണ് പെർ കിലോഗ്രാം എന്ന് എഴുതിയിരിക്കുന്നത്. 640 രൂപയായിരുന്നു കൊടുക്കുന്നത്, 16 കിലോഗ്രാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റുപ്പീസ് പെർ കിലോഗ്രാം കിട്ടും. അപ്പൊ 40 റുപ്പീസ് പെർ കിലോഗ്രാം. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് കിട്ടാം? ആൻസർ ആയിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 16 കിലോ, ഇത് 20 കിലോ. 20 കിലോയുടെ ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് റെഡ്യൂസ്ഡ് പ്രൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. 1ന്റെ വാല്യൂ 4 കിലോ ആയതുകൊണ്ട് 5ന്റെ വാല്യൂ 20 കിലോ ആണ്. അപ്പൊ ഇനിഷ്യൽ പ്രൈസ് നമുക്ക് എന്ത് കിട്ടും? ഇനിഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 640 ഡിവൈഡഡ് ബൈ 40 16. അത് നമുക്ക് 40 റുപ്പീസ് പെർ കിലോഗ്രാം കിട്ടും. ഇനി ഇപ്പോഴത്തെ റെഡ്യൂസ്ഡ് പ്രൈസ് ചോദിച്ചിരുന്നല്ലോ. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 640 ആണ് ഡിവൈഡഡ് ബൈ എത്ര കിലോ? 20 കിലോ വാങ്ങും. 20 കിലോ വാങ്ങുമ്പോൾ നമുക്ക് 32 റുപ്പീസ് പെർ കിലോഗ്രാം ആണ് റെഡ്യൂസ്ഡ് പ്രൈസ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലത്തുള്ള കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. Due to 12% reduction in the price of sugar, a man can buy 3 kilogram more sugar in rupees 840. What is the reduced price of sugar per kg? അപ്പോൾ 12% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. പ്രൈസ് 8 നിന്നും എന്തായി? പ്രൈസ് 8 നിന്നും 7 കൺസെപ്ഷൻ എന്താവും? 7 നിന്നും 8 ആവും. കാരണം എന്താണ്? ഇവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. 1 യൂണിറ്റ് ആണ് കൂടുന്നത്. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് 3 കിലോഗ്രാം തന്നിട്ടുള്ളത്. റെഡ്യൂസ്ഡ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് 8 യൂണിറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. കാര്യം ഇതാണ് റെഡ്യൂസ്ഡ്. ഇത് ഇനിഷ്യലി, ഇത് ഫൈനൽ. 8 യൂണിറ്റിന്റെ വാല്യൂ 24 കിലോഗ്രാം കിട്ടും. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 840 ഡിവൈഡഡ് ബൈ റുപ്പീസ് ഡിവൈഡഡ് ബൈ ഇപ്പൊ വാങ്ങുന്നത്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള കുറഞ്ഞത് ഇപ്പോഴാണ് 24 കിലോഗ്രാം. എത്ര കിട്ടും? ഇത് 24 വെച്ച് നമുക്ക് ഡയറക്റ്റ് വെട്ടാം. 24 3 72 ആണ്. ബാക്കി 120, അതായത് 35 റുപ്പീസ് പെർ കിലോഗ്രാം. 35 റുപ്പീസ് പെർ കിലോഗ്രാം ആയിരിക്കും എന്ന് പറയുന്നത് ഇതിന്റെ റെഡ്യൂസ്ഡ് പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Due to 20% increase in the price of sugar, a man can buy 3 kilogram less sugar in rupees 900. What is the original price? ഇവിടെ നമ്മൾ ഇത്രയും ചെയ്ത കാര്യം തന്നെ. പ്രൈസിന്റെ ചേഞ്ച് എന്താണ്? 20% ഇൻക്രീസ് ആണ്. 20% 1/5 ആണ്. 1/5 ആണ്. 5 നിന്നും പ്രൈസ് എത്ര ആയി? 6 ആയി. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. കൺസെപ്ഷൻ എന്താവും?
6ൽ നിന്നും 5 ആവും. 1 കുറയുന്നത്. ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 3 കിലോ എന്ന് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഒറിജിനൽ പ്രൈസ്? ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഒറിജിനൽ പ്രൈസ്, ഇതാണ് ഫൈനൽ പ്രൈസ്, അല്ലെങ്കിൽ ഇവിടെ ഇൻക്രീസ് ആണ്, ഇൻക്രീസ്ഡ് പ്രൈസ്. ഒറിജിനൽ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മതി? ഒറിജിനൽ കൺസെപ്ഷൻ കണ്ടുപിടിച്ചാൽ. 6ന്റെ വാല്യൂ എന്ത് കിട്ടും? 1ന്റെ വാല്യൂ 3 ആണെങ്കിൽ 6ന്റെ വാല്യൂ 1 ഗുണം 3 ആണ്, 6 ഗുണം 3 18 കിലോഗ്രാം. ഒറിജിനൽ പ്രൈസ് എന്ത് കിട്ടും? 900. ഇതൊക്കെ പേനെടുക്കാൻ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. അതൊക്കെ നമുക്ക് എഗ്ലവേ ബാച്ചിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, 900/18 എത്ര രൂപ എന്ന് കിട്ടും? 50 rupees per kilogram എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇൻക്രീസ് പ്രൈസ് ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 5ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 900 ആ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റൻസ് ഒക്കെ പേന എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റൻസ് ആണ്. അർജുന ബാച്ചിൽ ഞാൻ ഓൾറെഡി പെർസെന്റേജ് ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് പേന എടുക്കാതെ ചെയ്യുന്നത് എന്നുള്ളതും അവിടെ കാണിക്കുന്നു. അങ്ങനെ ആയിരിക്കും നമ്മൾ എക്സാമിന് ചെയ്യേണ്ടത്. ഓക്കെ, വെൻ ദ പ്രൈസ് ഓഫ് റൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 26%, എ ഫാമിലി റെഡ്യൂസ്ഡ് ഇറ്റ്സ് കൺസപ്ഷൻ. അടുത്തൊരു ടൈപ്പാണ് കേട്ടോ, അടുത്തൊരു ടൈപ്പാണ്. ഫാമിലി റെഡ്യൂസ്ഡ് ഇറ്റ്സ് കൺസപ്ഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് റൈസ് only 5% more than before. If 24 kilogram was consumed per month before, find the new consumption of rice. ഇത് കുറച്ച് നല്ല ക്വസ്റ്റൻ ആണ്. നല്ല ക്വസ്റ്റൻ ഇൻ ദ സെൻസ് കുറച്ച് ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പ്രൈസിന്റെ റേഷ്യോ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് 100 രൂപയായിരുന്നു പ്രൈസ് എന്ന് വിചാരിക്കാം. ഞാൻ പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 100 രൂപയായിരുന്നു എന്റെ പ്രൈസ് എങ്കിൽ പ്രൈസ് എന്തായി? 126 രൂപയിലോട്ട് മാറി. പ്രൈസ് ആദ്യമേ 100 രൂപയ്ക്ക് ഇത്ര കിലോ അരി വാങ്ങുമായിരുന്നു. ഇപ്പൊ എന്തായി? അത്രയും കിലോ അരിക്ക്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, 126 രൂപയായി. ഫാമിലി എന്ത് ചെയ്തു? കൺസപ്ഷൻ കുറച്ചു. ഇൻ സച്ച് എ വേ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് റൈസ് ഈസ് 5% മോർ ദാൻ ബിഫോർ. അതായത് ആദ്യമേ അവർക്ക് 100 രൂപയ്ക്കുള്ള അരിയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. അരിയുടെ വില കൂടിയിട്ടും അവരെന്താ ചെയ്തത്? അവർ 5% കൂടുതലേ അവർക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാനുള്ള കഴിവുള്ളൂ. അതായത് അവർക്ക് നേരത്തെ 100 ഉണ്ടെങ്കിൽ അതിന്റെ 5% കൂടുതൽ. 100ന് 5% എന്ന് പറഞ്ഞാൽ 5 ആണ്. 105 രൂപയ്ക്കുള്ള അരി വാങ്ങാനുള്ള കഴിവേ അവർക്കുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തു? നേരത്തെ 126 രൂപയ്ക്ക്, നേരത്തെ 100 രൂപയ്ക്കാണ് അരി ഉള്ളത്. അതേ അരിക്ക് ഇപ്പം 126 രൂപയായി. പക്ഷേ അവർക്ക് 105 രൂപയ്ക്കുള്ള അരി വാങ്ങാനുള്ള കഴിവേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ 126 രൂപയ്ക്കുള്ള അരിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ 105 രൂപയ്ക്കുള്ള അരിയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ എത്ര ആയിരിക്കും വാങ്ങാനുള്ള കഴിവുള്ളൂ? അപ്പൊ എത്ര അരിയുടെ അളവാണ് കുറയ്ക്കേണ്ടത്? ഡിഫറൻസ് എടുക്കാം. 126 - 105 എന്ന് പറയുമ്പോൾ 21 രൂപയുടെ അരി. 21 രൂപയുടെ അരി എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് 21 രൂപയ്ക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത് അവർക്ക് ഒഴിവാക്കേണ്ടി വരും. ഔട്ട് ഓഫ് 126. 126 വാങ്ങേണ്ടിയിരുന്നിടത്ത് 126 രൂപയ്ക്കുള്ള എത്ര ക്വാണ്ടിറ്റി കിട്ടുമോ അത്രയും വാങ്ങേണ്ടിയിരുന്ന സ്ഥലത്ത് അവർക്ക് എത്രയുള്ള വാങ്ങാനേ പറ്റത്തുള്ളൂ? 21 കുറച്ച്. 21 രൂപയ്ക്കുള്ള അരി അവർ കൺസപ്ഷൻ കുറയണം. അതാണ് അവരെന്ത് ചെയ്യുന്നത്? റെഡ്യൂസ്ഡ് ഇസ് കൺസപ്ഷൻ. അപ്പോൾ അത് എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാം. എന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് പെർസെന്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ 21/126 × 100 ഇത്രയും പെർസെന്റേജ് കുറയ്ക്കേണ്ടി വരും. നമുക്ക് അതല്ല ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ എങ്ങനെ ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഇതിന്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 105ന് 21 വെച്ച് കിട്ടുമ്പോൾ 5, 126ന് 21 വെച്ച് കിട്ടുമ്പോൾ 6. അപ്പൊ അതായത് 6 യൂണിറ്റ് കൺസപ്ഷന്റെ സ്ഥലത്ത്, 6 യൂണിറ്റ് കൺസ്യൂം ചെയ്യേണ്ട സ്ഥലത്ത് അവർക്ക് എന്തേ പറ്റുന്നുള്ളൂ? 5 യൂണിറ്റ് കൺസ്യൂം ചെയ്യാനേ ഇപ്പൊ പറ്റുന്നുള്ളൂ. ഇതാണ് കൺസപ്ഷന്റെ റേഷ്യോ. അതായത് 6 വേണ്ടടുത്ത് എത്ര പറ്റുന്നുള്ളൂ? ഇപ്പോ 5 പറ്റുന്നുള്ളൂ. നേരത്തെ 6 ഉള്ളിടത്ത് 6 വേണ്ടടുത്ത് അവർക്ക് 5 പറ്റുന്നുള്ളൂ. ഇപ്പൊ 6:5 ആണ് എന്തെന്ന് പറയുന്നത് അവരുടെ കൺസപ്ഷന്റെ റേഷ്യോ. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ 24 കിലോഗ്രാം വാസ് കൺസ്യൂംഡ് പെർ മന്ത് ബിഫോർ. ഈ 6ന്റെ വാല്യൂ ആണ് പെർ മന്ത് ബിഫോർ. ഈ 6 രൂപയ്ക്കുള്ള ഇത്രയും രൂപയ്ക്കുള്ള സാധനം, നേരത്തെ ഇത് 100 രൂപയുടെ സാധനമായിരുന്നു, ഇത്രയും കൺസ്യൂം ചെയ്യാമായിരുന്നു. അപ്പൊ 6ന്റെ വാല്യൂ ആണ് 24 കിലോഗ്രാം. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ന്യൂ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 5ന്റെ വാല്യൂ ആണ്. 6ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 × 4 ആണ്. ഇത് 5 × 4 എത്ര കിലോ ആണ് ഇപ്പം ഉപയോഗിക്കുന്നത്? 20 കിലോ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് അടുത്ത ക്വസ്റ്റനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെന്റേജ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ കൺസപ്ഷന്റെ റേഷ്യോ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 100 രൂപയുടെ സാധനമായിരുന്നു, അത് 126 രൂപയായി. ഇപ്പം മറ്റേ സാധനം കിട്ടാൻ വേണ്ടി 126 കൊടുക്കണം. പക്ഷെ 105 രൂപയ്ക്ക് ഉള്ള സാധനം വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കൺസപ്ഷനിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ 126 റേഷ്യോ 105 ആണ്, 6 റേഷ്യോ 5 ആണ്. 6ന്റെ സ്ഥാനത്ത് ഇപ്പൊ 5 പറ്റത്തുള്ളൂ. 6ന്റെ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ള 24, 5ന്റെ വാല്യൂ ചോദിച്ചു 20. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. When the price of sugar increased by 32%,
family reduced consumption to 18 kilogram so that there is only 8% more expenses than before. What is the original consumption? ഇതൊക്കെ നമ്മൾ ബേസ് ലെവലിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. ഓരോ ക്വസ്റ്റിനും ഞാൻ ഡീപ്പായിട്ട് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ 100 രൂപയായിരുന്നു ഇനിഷ്യലി ഉള്ള വില. അതെന്തായി? പ്രൈസ് 132 പറയും. കൺസപ്ഷൻ ടു 18 കിലോഗ്രാം. ഇതിപ്പോ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇത് ഒറിജിനൽ വാല്യൂ ആണ്. അതായിരിക്കട്ടെ. ദർ ഇസ് ഓൺലി 8% മോർ എക്സ്പെൻസസ് ദാൻ ബിഫോർ. അതായത് 100ന്റെ സ്ഥാനത്ത് 108 രൂപയ്ക്കുള്ള സാധനം വാങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ കൺസപ്ഷൻ റേഷ്യോ എന്ത് വരും? 132 ആയിരുന്നു വേണ്ടത്, 132 ആയിരുന്നു വേണ്ടത്. പക്ഷെ എത്ര പറ്റത്തുള്ളൂ? 108ന്റെ സാധനം വാങ്ങാൻ പറ്റൂ. റേഷ്യോ നമുക്ക് എന്ത് വെച്ചെടുക്കാം? 12 വെച്ച് കിട്ടാം. 12 ഗുണം 11 12 ഗുണം 9 ആണ്. 12 ഗുണം 9 108, 12 ഗുണം 11 132. ഇതൊക്കെ ഡെയിലി മാത്സിന്റെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേഷന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് അല്ലെങ്കിൽ സീക്രട്ട് ഓഫ് ഫാസ്റ്റ് കാൽക്കുലേഷൻ വീഡിയോ ഓൾറെഡി ഏകലവ്യ ബാച്ചിന്റെ പ്ലേലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ആ ഓർഡറിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് വന്നാലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 11/9 കിട്ടി. ഈ ഫാമിലി റെഡ്യൂസ്ഡ് കൺസപ്ഷൻ ടു 18. ഇനി 18 എന്ന് പറഞ്ഞാൽ എന്താണ്? 18 എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന കൺസപ്ഷന്റെ ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താ? അതിന്റെ റേഷ്യോ ആണ്, അതിന്റെ റിലേഷൻ ആണ്. നേരത്തെ 11 യൂണിറ്റ് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ 9 യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ 9 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഇതിന്റെ 9 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 18 കിലോഗ്രാം തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഒറിജിനൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 11 യൂണിറ്റ് ആണ്. 9 18 ആണെങ്കിൽ എത്ര കൊണ്ടാണ് വിളിച്ചേക്കുന്നത്? 2 കൊണ്ടാണ് വിളിച്ചേക്കുന്നത്. 11ന്റെ വാല്യൂ 11നെ 2 കൊണ്ട് വിളിച്ച് 22 കിലോഗ്രാം. ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ പഠിക്കുക. അതുകൊണ്ട് പഠിക്കുന്നവർ ഒറിജിനൽ ബാച്ചിൽ പേന എടുക്കാതെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 22 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ എക്സാമിന്റെ മെത്തേഡ് കുറച്ചുകൂടെ എന്താ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കുക. എക്സാമിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് പേന എടുക്കാതെ ചെയ്യുന്ന ലെവലിലോട്ട് നമ്മൾ എത്തിയിരിക്കും. യെസ്, അതിനുവേണ്ടിയാണ് ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ബാക്കി ക്ലാസ്സുകൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ ക്ലാസ്സിൽ മാത്രമേ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിപ്പിക്കത്തുള്ളൂ. ബാക്കി ക്ലാസ്സുകളിലെല്ലാം എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം. അപ്പൊ ആരായാലും, റെയിൽവേ ഉള്ളവരായാലും SSC ഉള്ളവരായാലും എല്ലാവരും കാണേണ്ട ക്ലാസ്സുകളാണ് ഇതെല്ലാം. ഓക്കെ, അങ്ങനെ ഇന്ന ആൾക്കാർ ബിഗിനേഴ്സ് മാത്രമേ കാണാവുന്നല്ല, അല്ലെങ്കിൽ പ്രോ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണാവുന്നല്ല. എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യണം? കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ പെൻ ഫ്രീ പറയുന്നില്ല, അത് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയുന്ന ഷോർട്ട് കട്ടാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ തന്നെ അറിയാം. പ്രൈസ് ഓഫ് ടീ ഈസ് ഇൻക്രീസ് ബൈ 19%. ബട്ട് എ ഫാമിലി ഡിക്രീസ് ദിസ് കൺസപ്ഷൻ ബൈ 200 ഗ്രാം. ബൈ 200 ഗ്രാം ശ്രദ്ധിച്ചോണം. സോ ദാറ്റ് എല്ലാം സെയിം കൺസെപ്റ്റ് ആണ്. ക്വസ്റ്റനിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ട്. സോ ദാറ്റ് ദർ ഈസ് 5% മോർ എക്സ്പെൻസസ് ദാൻ ബിഫോർ. വാട്ട് ഈസ് എ ന്യൂ കൺസപ്ഷൻ ഓഫ് ടീ? ഇപ്പൊ ഇവിടെ നോക്ക്, ഇപ്പൊ കുറെ പേർക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. 100 രൂപ ഉള്ളത് ഇപ്പൊ എത്രയായി? 119 രൂപയായി. 19% കൂടി. ഫാമിലിക്ക് 200 ഗ്രാം. ഇത് ഒറിജിനൽ വാല്യൂ ആണ്, അവിടെ നിൽക്കട്ടെ. ദർ ഈസ് 5% മോർ എക്സ്പെൻസസ് ദാൻ ബിഫോർ. അതായത് 105ന്റെ സാധനം വാങ്ങാനേ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് റേഷ്യോ എന്താ കിട്ടിയത്? 119 റേഷ്യോ 105. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 17 കൊണ്ട് വെട്ടാം. 17 ഇല്ലല്ലോ, 105ഉം 5% മോർ. ഓക്കെ, 119 105. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കേ, ഡിക്രീസ് കൺസംഷൻ ബൈ 200 ഗ്രാം. 200 ഗ്രാം കുറച്ചു. അപ്പൊ എത്രയാണ് ഇവിടെ കുറച്ചത്? ഇവിടെ എത്ര യൂണിറ്റാണ് കുറച്ചത്? 14 ഗ്രാം കുറച്ചു, അല്ലെ 14 യൂണിറ്റാണ് കുറച്ചത്. 14 യൂണിറ്റ് കുറച്ചു. ഓക്കെ, 7 കൊണ്ട് വിട്ടാ. 7 കൊണ്ട് കിട്ടുമ്പോൾ ഇത് 15ഉം 7 കൊണ്ട് കിട്ടുമ്പോൾ ഇത് എത്രയാണ്? 17 ഗുണം 7 ആണ്. അപ്പോൾ എത്ര യൂണിറ്റ് കുറച്ചത്? 15. 17:15 ആണ്. ഇത് 17 വേണ്ടടുത്ത് ഇപ്പൊ എത്ര ഉള്ളൂ? 15 ഉള്ളൂ. അപ്പൊ എത്ര കൺസപ്ഷൻ ബൈ 200 ഗ്രാം. ബൈ 200 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത്രയും വെച്ച് കുറച്ചു. 200 ഗ്രാം എന്നല്ല, ഇപ്പോഴത്തെ കൺസെപ്ഷനോ ഒറിജിനൽ കൺസെപ്ഷനോ അല്ല പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കുറച്ചു എന്നാണ് പറഞ്ഞത്. എത്ര യൂണിറ്റാണ് കുറച്ചത്? 2 യൂണിറ്റ് ആണ് കുറച്ചത്. ഈ 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 200 ഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ ന്യൂ കൺസെപ്ഷൻ? ന്യൂ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 15 യൂണിറ്റ് ആണ്. അപ്പൊ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 വെട്ടിപ്പോയി 1500 ഗ്രാം. 1500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം. ഓക്കെ, 1.5 കിലോഗ്രാം. ഓപ്ഷൻ എ ആൻസർ കിട്ടും. ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് കൺസെപ്റ്റ്. നമ്മൾ ബേസിക് ബാച്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ക്വാണ്ടിറ്റി റേഷ്യോ എന്ത് കിട്ടും? 17:15 കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ആ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആക്കി. ആ ഒരു പ്രൈസിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും എല്ലാം റിലേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് വേണം. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് നമ്മളുടെ സ്ലൈഡ്സ് ആഡ് ചെയ്യാം. ഓക്കെ, സ്ലൈഡ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും.
എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നിടത്ത് എന്താണ് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പഠിക്കാം. എക്സാം ബേസ്ഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, പാസ് മാർക്കുണ്ട്. എക്സാമിന്റെ കാര്യം പറയണം. പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം മാർക്ക് വാങ്ങണം. പാസ് മാർക്കുണ്ട്. ഇവിടെ നിന്ന് പാസ് മാർക്ക് ഇവിടെ ആണെന്ന് വെച്ചു. ഇവിടെയാണ് നമ്മുടെ മാക്സിമം മാർക്കുള്ളത്. മാക്സിമം മാർക്ക് ഇവിടെയാണുള്ളത്. ഇവിടെ മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 0 ആണ്. മിനിമം മാർക്ക് അല്ലെങ്കിൽ എന്താണ് 0 ആണ്. അപ്പോ പാസ് മാർക്കിൽ നിന്നും ഇങ്ങോട്ടാണ്, ഈ ഒരു റേഞ്ചിലാണ് മാർക്ക് വാങ്ങുന്നതെങ്കിൽ എന്തായി, അയാൾ ഫെയിലായി, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് ഫെയിലായി. ഇവിടെ നിന്നും ഇതിന്റെ ഇടയ്ക്ക് ഈ റേഞ്ചിലാണ് മാർക്ക് വന്നുണ്ടെങ്കിൽ അയാൾ എന്തായി, പാസ്സായി. ഓക്കെ, അപ്പൊ പാസ് മാർക്ക് എന്താണ് മനസ്സിലാക്കി. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമിന്റെ ടോട്ടൽ മാർക്കാണ്. അപ്പൊ മാർക്കിനെ ബേസ് ചെയ്ത്, ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇതിന്റെ 100%. 100% ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം മാർക്ക് ആയിരിക്കും. അപ്പോൾ 100% ഓഫ് ടോട്ടൽ മാർക്ക്, അല്ലെങ്കിൽ അതാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ മാർക്കിന് 100% മാക്സിമം മാർക്ക്. പാസ് മാർക്ക് ഇത്ര പെർസെന്റേജ് ആണ്. മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 0% ഓഫ് ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ മാർക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. പെർസെന്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനെ ബേസ് ആയിട്ട് എടുക്കുന്നു, എന്നുള്ളതാണ് ഈ പെർസെന്റേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പെർസെന്റേജ് എടുക്കുന്നത്, അതനുസരിച്ച് അതിന്റെ വാല്യൂസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതൊക്കെ നമ്മൾ ഏറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഫെയിൽ എന്താണ്, പാസ് എന്താണ്, ഇത് 0% മിനിമം മാർക്കും 100% 0% ഓഫ് വാട്ട്, 0% ഓഫ് ടോട്ടൽ മാർക്ക്. അപ്പൊ പാസ് മാർക്ക് ഇത്ര പെർസെന്റേജ് വേണമെന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ എക്സാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വരുന്ന വഴി എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റുഡന്റ് മസ്റ്റ് സ്കോർ 40% മാർക്സ് ടു പാസ് ആൻ എക്സാമിനേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് അല്ലാത്ത ഡൗട്ട്, പ്രിപ്പറേഷൻ്റെ ഡൗട്ടൊക്കെ നമ്മളുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിൽ ചോദിക്കാം. എന്നാലാവുന്ന ഹെൽപ്പ് ഞാൻ എന്ത് ചെയ്യാം, എന്നാലാവുന്ന മെന്ററിങ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റുഡന്റ് 40% മാർക്ക് പാസ്സാണ്, മാർക്സ് ടു പാസ് ആൻ എക്സാമിനേഷൻ, 40% മാർക്ക് വാങ്ങണം. ഹി ഗെറ്റ് 70 മാർക്സ് ആൻഡ് ഫെയിൽസ് ബൈ 20 മാർക്സ്. ഫൈൻഡ് ദ മാക്സിമം മാർക്ക്. അപ്പൊ ഇവിടെ അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്കിന്റെ എത്രയാണ്, 100%. ടോട്ടൽ മാർക്കിന്റെ 100%. ഒരാൾ 40% മാർക്ക് വാങ്ങണം ഒരു എക്സാം പാസ് ആവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു എക്സാമിലെ ടോട്ടൽ പാസ് മാർക്കിന്റെ, ടോട്ടൽ പാസ് മാർക്ക് അല്ല, ടോട്ടൽ മാർക്കിന്റെ 40% ഓഫ് ടോട്ടൽ മാർക്ക്, 40% ഓഫ് ടോട്ടൽ മാർക്ക്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുവാണ്. ഇതെങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പ് എഴുതുന്നത് കാണിച്ചു തരാം. 40% ഓഫ് ടോട്ടൽ മാർക്കിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അയാൾ 70 മാർക്ക് വാങ്ങുന്നുണ്ട്, എന്നിട്ട് 20 മാർക്കിന് തോറ്റു പോകും. ഇതിന്റെ അർത്ഥം എന്താ, അയാൾ 70 മാർക്ക് വാങ്ങി, 20 മാർക്കിന് തോറ്റു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 70 കൂടി 20 കൂടെ കൂട്ടി 90 മാർക്ക് വാങ്ങണമായിരുന്നു എന്ത് ചെയ്യാൻ, അയാൾക്ക് പാസ്സാവാം. 20 മാർക്കിന് തോറ്റുപോയി. ഫിഗറൊന്നും വരച്ച് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ 40% ടോട്ടൽ മാർക്കാണ് പാസ് മാർക്ക്. അപ്പൊ അതിനെ നമുക്ക് മാർക്കിൽ തന്നിരിക്കുന്ന എത്രയാണ്, 90 മാർക്കാണ്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയും കഴിഞ്ഞ എക്സ്പ്ലനേഷൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 40% ടോട്ടൽ മാർക്കാണ് 90 മാർക്ക്. ഫൈൻഡ് മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ 100%. അതൊക്കെ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ മാർക്ക് വേണം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 40 100 ആയി. 40 100 എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം ഇതാണ്. 40 100 എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്, ഇതിനെ 5/2 കൊണ്ട് ഗുണിച്ചേക്കുന്നത്, 5/2. അപ്പൊ ഇതെല്ലാവർക്കും ഇതാവണമെന്നില്ല. 5/2 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 5/2 2 ചെയ്യുമ്പോൾ 20, 20 × 5 100. ബാക്കി എല്ലാം സെയിം ആണ്. ഇപ്പൊ 90നെ 5/2 കൊണ്ട് ഗുണിക്കണം. 45 × 5 225 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, കൺസെപ്റ്റ്. ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ രീതിയിലോട്ട് കൊണ്ടുവരാം. പുതിയ രീതി എന്ന് പറഞ്ഞാൽ 40% ഓഫ് ടോട്ടൽ മാർക്കിന്റെ വാല്യൂ ആണ് ഒറിജിനൽ തന്നിട്ടുള്ളത്. 90 മാർക്ക് നമുക്ക് എത്രന്റെ വാല്യൂ വേണം, നമുക്ക് 100% വാല്യൂ. 40ന്റെ അറിയാം, എന്നാൽ 100ന്റെ 40ന്റെ വാല്യൂ അറിയാം, 100ന്റെ എത്ര, 100% ഓഫ് ടോട്ടൽ മാർക്ക്. ഈ പെർസെന്റേജ് ഓഫ് ടോട്ടൽ മാർക്കും വെട്ടിപ്പോകും. ഇനിയൊന്നും നമ്മൾ ഇങ്ങനെ എടുത്തില്ല. അപ്പൊ ഇത് കിട്ടും, ഇതും വെട്ടി നമുക്ക് എന്ത് ചെയ്യാം, 9/4 2.25 ആണ്. പിന്നെ 2.25 × 100 225. ഇനി തൊട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഇതാണ് കൺസെപ്റ്റ് ഇതാണ്. ഇത് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഇനി ഈ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാമല്ലോ. ക്വസ്റ്റ്യൻ നോക്കേ, ഒരു എക്സാമിനേഷനിൽ സ്റ്റുഡന്റ് സ്കോർഡ് 65% മാർക്സ് ബട്ട് വാസ് 20 മാർക്സ് ബിലോ ദ ക്വാളിഫൈങ് മാർക്ക്. Another student scored 80% marks and scored 5% more marks than the qualifying marks. The total marks of the examination. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്.
ഇവിടെ ഈ പെർസെന്റേജ് മോർ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടോട്ടൽ മാർക്കിന്റെ ഇത്ര പെർസെന്റേജ്, ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് പാസ് മാർക്കിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഫസ്റ്റ് കേസിൽ 65% വാങ്ങിയിട്ട് അയാൾ 20 മാർക്ക് പിറകിലാണ്. അതായത് 65% ഓഫ് ടോട്ടൽ വാങ്ങിയാലും അതിന്റെ കൂടെ 20 മാർക്ക് കൂടെ വാങ്ങിയെങ്കിൽ എന്താവത്തുള്ളൂ? അയാൾ പാസ് ആവത്തുള്ളൂ. PM എന്നതിൽ പാസ് മാർക്കാണ്. അടുത്ത ആൾ എന്ത് ചെയ്തേ? 80% മാർക്ക് വാങ്ങിയിട്ട് സ്കോർഡ് 5% മോർ മാർക്സ് ആണ് ക്വാളിഫൈങ് മാർക്ക്. ഇവിടെ 80% ടോട്ടൽ മാർക്കാണ്, 5% ഓഫ് ടോട്ടൽ മാർക്കാണ്. അപ്പോൾ 80% വാങ്ങിയിട്ട് 80% വാങ്ങിയപ്പോൾ അയാൾ എന്താണ്? 5% കൂടുതലാണ്. അയാളുടെ ഒറിജിനൽ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 80 - 5. ആ ഒരു എക്സാമിന്റെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ 75%. ഇതൊക്കെ പേന എടുക്കാൻ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇതും എന്താണ്? 75%. 65% ഓഫ് ടോട്ടൽ മാർക്ക് പ്ലസ് 20 ആണ് 75% ഓഫ് ടോട്ടൽ മാർക്ക്. ഇത് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 65% ടോട്ടൽ മാർക്ക് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 75 - 65, 10% ഓഫ് ടോട്ടൽ മാർക്ക്. ഇനി ഞാൻ എഴുതുന്നില്ല. 10% ഓഫ് ടോട്ടൽ മാർക്ക്, ബേസ് ടോട്ടൽ മാർക്കാണ്. അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 100% ആണ്. പെർസെന്റേജ് ഒക്കെ ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് കിട്ടും? 2 × 100 200 മാർക്കാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ മാർക്ക്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ കാണുമെങ്കിൽ എന്താ ചെയ്യുന്നത്? 65% 20 കൂട്ടുന്നതാണ് ക്വാളിഫൈ മാർക്ക്. അനന്തര സ്റ്റുഡന്റിന് 80% കിട്ടി, 5% കൂടുതലാണ്. 2% വേണ്ടി നമുക്ക് ഡയറക്റ്റ് കുറയ്ക്കാം. അതായത് പാസിംഗ് മാർക്ക് 75%. 65 കിട്ടിയിട്ടും അതിൻ്റെ കൂടി 20 മാർക്ക് കിട്ടേണ്ടി വന്നു. 65 പാസിംഗ് മാർക്ക് 75%. ഡിഫറൻസ് 10%. 10%ന്റെ വാല്യൂ ആണ് 20. 10 20 ആണെങ്കിൽ 100 എത്ര? ബൈ 10 × 100, 200 പേന എടുക്കാതെ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അർജുന ബാച്ചിൽ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തരത്തോളൂ. ഓക്കെ, ടോട്ടൽ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞ് തരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാൻഡിഡേറ്റ് ഒബ്റ്റെയിൻസ് 20% മാർക്സ് ആൻഡ് ഫെയിൽസ് ബൈ 35 മാർക്ക്, വൈൽ അനദർ കാൻഡിഡേറ്റ് ഒബ്റ്റെയിൻസ് 50% മാർക്സ് വിച്ച് ഈസ് 32 മോർ ദാൻ ദ പാസിംഗ് മാർക്ക്. വാട്ട് ഈസ് ദ മാക്സിമം മാർക്ക്? ഇതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാസിംഗ് മാർക്കിനെ ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ 20% ഓഫ് ടോട്ടൽ ഉണ്ടേ, 20% ഓഫ് ടോട്ടൽ മാർക്ക് ഉണ്ടേ. ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്, ഞാൻ എഴുതുന്നില്ല. 20% മാർക്ക് വാങ്ങിയിട്ട് ഫെയിൽസ് ബൈ 35 മാർക്ക്, അതായത് 35 മാർക്ക് കൂടെ എന്ത് ചെയ്യണം? അയാൾ വാങ്ങണമെങ്കിലേ അത് പാസ് മാർക്ക് ആവത്തുള്ളൂ. രണ്ടാമത്തെ പയ്യൻ എന്താ ചെയ്തത്? 50% മാർക്ക് വാങ്ങി, 50% ഓഫ് ടോട്ടൽ ആണ്, വിച്ച് ഈസ് 32 മോർ ദാൻ ദ പാസിംഗ് മാർക്ക്. 50% എന്ത് കുറച്ചാൽ മതി? 32 കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് പെർസെന്റേജും ചേർക്കാം, മാർക്കും ചേർക്കാം. ഇത് മാർക്കാണ്. പെർസെന്റേജും മാർക്കൂടെ കൂട്ടി കുഴക്കരുത്. അപ്പൊ 50 20 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. 30% ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30% ഓഫ് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് അപ്പുറത്തോട്ട് പോകും. ഈ 32 ഇപ്പുറത്ത് വരുമ്പോൾ 35 32 67 മാർക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ എക്സാമിന്റെ 30%ന്റെ വാല്യൂ ആണ് 67 മാർക്ക്. നമുക്ക് എന്ത് വേണം? ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് പാസ് മാർക്കൊക്കെ ചോദിക്കാം, ഇതൊക്കെ കണ്ടുപിടിക്കാം. 100% വേണം. അപ്പൊ എത്ര കിട്ടും? ഇതും പോയി 3 വെച്ച് കിട്ടുമ്പോൾ 67. ഓക്കെ, 670/3 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി 670/3. എപ്പോഴും ഓപ്ഷൻ നോക്കണം. 670/3. അപ്പൊ ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പെർസെന്റേജും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. 50 20 ഡിഫറൻസ് 30 ആണ്. മാർക്കുകൾ തമ്മിലുള്ള സം എടുക്കണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. 67, 30ന്റെ വാല്യൂ 67. നമുക്ക് കണ്ടുപിടിച്ചത് വേണ്ടത് മാക്സിമം 100ന്റെ വാല്യൂ എന്ത് കിട്ടും? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. Ram obtained 40% marks in an exam and failed by 20 marks. Aditya obtained 45% and that is 30 marks more than the passing mark. What is the percentage of passing mark? ഇവിടെ മാക്സിമം മാർക്ക് അല്ല ചോദിച്ചത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? പാസ് മാർക്കും ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഷോർട്ട് കട്ട് പാസ് മാർക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തമായിട്ട് എഴുതാം. ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. പെർസെന്റേജിന്റെ ഡിഫറൻസ് എടുത്തു. 45 40, 5%. 5% ഓഫ് ടോട്ടൽ മാർക്ക്. അതിന്റെ വാല്യൂ എത്ര കിട്ടിയത്? സം എടുക്കുക. ഫെയിലും മോർ ദാനും 20 30 50 കിട്ടി. മാക്സിമം മാർക്കിന്റെ ആവശ്യമില്ല. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പാസിംഗ് മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ 5% ഓഫ് ടോട്ടൽ മാർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. 50 മാർക്ക് അത് നമുക്ക് കിട്ടി. പെർസെന്റേജ് ഓഫ് പാസിംഗ് മാർക്ക്. അപ്പൊ പാസിംഗ് മാർക്ക് നമുക്ക് രണ്ടിടത്ത് നിന്ന് കണ്ടുപിടിക്കാം. അടിപൊളി മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ 40%ന്റെ കൂടെ 20 മാർക്ക് കൂടെ കൂട്ടുന്നതാണ്. ഈ 40% ഓൾറെഡി ഇവിടെ ഉണ്ട്. 20 മാർക്കിന്റെ പെർസെന്റേജ് വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? അതിന് എളുപ്പം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മാർക്കിൽ നിന്നും പെർസെന്റേജിലോട്ട് വരും. നേരത്തെ നമ്മൾ പെർസെന്റേജിൽ നിന്നും മാർക്കിലോട്ടാണ് പോയത്. അപ്പൊ 5%ന്റെ വാല്യൂ 50 മാർക്കാണ്. അപ്പൊ 50 5% ആണെങ്കിൽ 5% ഓഫ് ടോട്ടൽ ആണെങ്കിൽ 20 വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? 50 5% ആണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1% ആയിരിക്കും. 20 എന്ന് പറഞ്ഞാൽ 2% ആയിരിക്കും. അപ്പോൾ ഇവിടെ 20 മാർക്കിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2% കൊടുക്കാം. അപ്പൊ നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ശതമാനമായിരിക്കും? 40% അധികം 2%, 42%. അടിപൊളി മെത്തേഡ് അല്ലേ? അടിപൊളി മെത്തേഡ് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഷോർട്ട് കട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ രണ്ടാമത്തെ കേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസിൽ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
45% മാർക്ക് ടോട്ടൽ വാങ്ങിയിട്ട് അതിൽ നിന്ന് 30 കുറയ്ക്കേണ്ടി വരും. 30 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ പോരെ. 50 മാർക്ക് 5% ആണെങ്കിൽ 30 മാർക്ക് 3%. അപ്പം 3% കുറച്ചാൽ മതി. 30 മാർക്ക് എന്ന് പറഞ്ഞാൽ 3% ടോട്ടലിന്. 45 - 3 42%. ഇവിടെ എന്ത് കിട്ടും? 42. നമ്മൾ ടോട്ടൽ 100% ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 100% കണ്ടുപിടിച്ച് പിന്നെ 40 കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ ചോദിച്ചത് അതെന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങളുടെ കുറെ പേരുടെ മൈൻഡ് ഓപ്പൺ ആയിട്ടുണ്ട്. പെർസെൻറ്റേജ് എന്താണെന്ന് വേണമെങ്കിൽ പഴയ ക്ലാസ്സിലൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. റിവൈസ് ചെയ്തിട്ട് വന്നാൽ കുറച്ചുകൂടെ എന്താവും കാര്യങ്ങൾ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ MTS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നിങ്ങൾ പഠിച്ച ആൾക്കാരാണ് എന്ത് ചെയ്യാം, ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് പറയുന്ന കാര്യങ്ങൾ ഹോംവർക്ക് ആണെങ്കിൽ അത് കമന്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് എങ്ങനെയാണ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അത് പറയുക. വേറെ ഒരു വഴിയില്ല നമ്മൾ നേരിട്ട് സംസാരിക്കാൻ. അതുകൊണ്ട് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും പറയുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ, അനിയന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ വെറുതെ കാണാതെ പോകരുത്. ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കാണാതെ പോയത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ബാക്കി ക്ലാസ്സുകൾ ഒരുപാട് പെൻഡിങ് കൊണ്ട് അതൊക്കെ എന്ത് ചെയ്യും, സെറ്റായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.